ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത പടി എന്താണ്. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, ഓക്കെ ഓക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത പടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു എന്താ പറയാ, ഇപ്പൊ നമ്മളൊരു പടി കയറാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നല്ല കാര്യങ്ങളിലോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ വിട്ടുകളയണം. നിങ്ങൾക്ക് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്, എനിക്കൊരു ജീവിത ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്നതുപോലെ ഒരു പരിപാടിയിൽ എത്തണം, അല്ലെങ്കിൽ എൻ്റെ മക്കളെ എത്തിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഭാവി എത്തണം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നല്ല ആഗ്രഹവും വേണ്ട. നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി ജീവിക്കണം, സമാധാനത്തോടു കൂടി ഉറങ്ങണം, ഒരുപാട് യാത്രകൾ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തോട്ട് വരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് നിങ്ങൾ ഒരു കുതിര കുതിച്ചു പോകുന്നത് പോലെ നിങ്ങൾ പോകും. നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങോട്ട് പോകും. പക്ഷെ നിങ്ങൾ ആ പോയി കഴിഞ്ഞ ഒരു ഇത്തിരി കഴിയുമ്പോൾ ഇന്നിവിടെ കൂടാം, ഞാൻ ഇത്തിരി നേരം ഒന്ന് ആലോചിക്കട്ടെ, എന്നെ ചതിച്ചവരെ കുറിച്ച്, അല്ലെങ്കിൽ എൻ്റെ ശത്രുക്കളെ കുറിച്ച്, എനിക്ക് വന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്ത്, അല്ലെങ്കിൽ എന്നെ ബുദ്ധിമുട്ടിച്ച ആളുകളെ കുറിച്ച് ഓർത്ത്, അല്ലെങ്കിൽ എനിക്ക് പുറകിൽ നിന്ന് കുത്തിയ ആളുകളെ കുറിച്ച് ആലോചിച്ച്, എന്നെ വിഷമിപ്പിച്ച ആളുകളുടെ കാര്യമൊക്കെ ആലോചിച്ച് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആക്ച്വലി സ്റ്റക്ക് ചെയ്ത് സ്വന്തമായിട്ട് നിങ്ങളെ ആനബോണ്ട് ഒട്ടിച്ച് നിങ്ങളെ അവിടെ തന്നെ നിങ്ങൾ സ്റ്റക്ക് ചെയ്ത് നിർത്തുവാണ്. മനസ്സിലായ? ആലോചനകളിൽ കൂടി. അപ്പൊ നിങ്ങൾ പോലും അറിയാതെ വിഷമം ഉള്ളിലോട്ട് കയറി വരുവാണ്. വിഷമം അത് അങ്ങേയറ്റം എത്തുമ്പോഴാണ് നിങ്ങൾ അറിയുന്നത്, ഞാൻ ഇത്രയും വിഷമിച്ചല്ലോ. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഡാർക്ക്നെസ് ആയി. പ്രതീക്ഷ സ്വന്തമായിട്ട് തല്ലിക്കെടുത്തി ഒരു ഹാങ് ആയിട്ട് അവിടെ തന്നെ സ്വയം തളച്ച് അവിടെ നിൽക്കുന്നു. അതായത് നമ്മുടെ തെച്ചിക്കോട്ട് രാമചന്ദ്രന്റെ കാലിലെ ചങ്ങല, അതിനേക്കാളും വലിയൊരു ചങ്ങല സ്വന്തമായിട്ട് നിങ്ങളുടെ കാലിലിട്ട് നിങ്ങളെ തന്നെ അവിടെ ആർക്കും അതെടുക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം, മറ്റുള്ള ആർക്കും അത് എടുക്കാൻ പറ്റില്ല. അത്രയും ശക്തിയോടുകൂടി നിങ്ങളവിടെ സ്വയം തളച്ചിടുന്ന ഒരവസ്ഥ. അതായത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ധൈര്യം ചോർന്നു പോകുന്നു, മുന്നിലോട്ടുള്ള വഴി കാണാതിരിക്കുന്നു. കാരണം നിങ്ങൾക്ക് ഉള്ളൊരു ചിന്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മാത്രമാണ് ബുദ്ധിമുട്ട്, എൻ്റെ പ്രായത്തിലുള്ള ആളുകൾക്കൊന്നും ഇത്രയും ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ലല്ലോ. സോഷ്യൽ മീഡിയ വഴി മറ്റുള്ളവരുടെ ലൈഫ് കാണുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി മറ്റുള്ളവരുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് അങ്ങനെയുള്ളവരുടെ ലൈഫൊക്കെ കാണുന്നു. പക്ഷെ എന്തുകൊണ്ട് മാത്രമാണ്
നിങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, വിഷമിക്കുന്നു. എല്ലാവർക്കും ഓരോ ഓരോ രീതിയിൽ ഓരോ പ്രശ്നങ്ങളുണ്ട്. അല്ലാതെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ജീവജാലങ്ങളും ഈ ലോകത്തില്ല. കാരണം ഇവിടെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ പ്രതീക്ഷ ചില സമയത്ത് നിങ്ങൾക്ക് നല്ല പ്രതീക്ഷയോടുകൂടി നിങ്ങൾ മുന്നേറും. ചില സമയത്ത് നിങ്ങൾ അതിലൊന്നും പോയിട്ടൊന്നും കാര്യമില്ല, അതൊക്കെ എന്ത്, അതിലൊന്നും നടക്കാനൊന്നും പോണില്ല, അല്ലെങ്കിൽ ഇതൊന്നും വലിയ കാര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മുന്നോട്ടുള്ള ഒരു കുതിപ്പിന് അല്ലെങ്കിൽ മുന്നോട്ടുള്ള പരിപാടികൾക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരവസ്ഥ. ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഇവിടെ ബ്ലാക്ക് മാജിക് എനർജി ഒക്കെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഈ പറയുന്ന പരിപാടികളൊക്കെ, ഈ ബ്ലാക്ക് മാജിക് എനർജി എന്ന് പറയുന്ന പരിപാടി നിങ്ങൾ എങ്ങനെയെങ്കിലും അതൊക്കെ കണ്ടുപിടിച്ച് മാറ്റാൻ നോക്കുക. ഓരോ രീതിയിലാണ് ഈ ബ്ലാക്ക് മാജിക് എനർജി ഓരോ ആളുകൾക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? അതെങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് അത് മാറ്റാൻ നോക്കുക. കാരണം നിങ്ങൾ പോകുന്തോറും ഈ സാധനം നിങ്ങളുടെ പുറകെയുള്ള ഒരു കാര്യങ്ങളും 90% ആളുകൾ, ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളെ ഡാർക്ക്നെസ്സിലോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ നിങ്ങളെ മനഃപൂർവ്വം ഇരുട്ടിലോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ. കാരണം നിങ്ങൾക്ക് പലതിനും ഒരു തടയിടുന്ന ഒരവസ്ഥ, ഒരു കല്ലുകടിക്കുന്ന, ജീവിതത്തിൽ ഒരു കല്ലുകടിയുടെ ഒരവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു എന്താ പറയാ, മനസ്സമാധാനമായിട്ട് ഉറങ്ങണം, മനസ്സമാധാനമായിട്ടൊന്ന് അറിഞ്ഞൊന്ന് ചിരിക്കണം, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തോട്ട് വരണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു യാത്ര പോകണം, ഇഷ്ടപ്പെട്ട ആളുകളോടൊക്കെ ഒന്ന് സംസാരിക്കണം, ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിക്കണമെന്നൊക്കെ നിങ്ങൾ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കത് വേണം, എനിക്ക് ചില കാര്യങ്ങളിലോടൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്, അതൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചില കാര്യങ്ങളിൽ മുന്നോട്ട് പോയാൽ മാത്രം ആ പരിപാടികളിലോട്ട് എത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇന്നിവിടെ കൂടാം എന്ന് പറഞ്ഞാൽ അവിടെ കൂടും, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ മറ്റേ ഞാൻ ഗന്ധർവനിൽ വന്ന പോലെ ആരും ഗന്ധർവനും ഗന്ധർവിയായിട്ടൊന്നും വരാൻ പോകുന്നൊന്നുമില്ല. നമ്മൾ സ്വന്തമായിട്ട് എഴുന്നേറ്റ് പോകേണ്ടി വരും. അല്ലാതെ എന്നെ ഒരാൾ രക്ഷിക്കാൻ വരും, അവര് രക്ഷിക്കാൻ വരും, ഒരാളും വരില്ല. നമ്മൾ സ്വന്തമായിട്ട് എഴുന്നേൽക്കുക, പല കാര്യങ്ങളും ചെയ്യാനുള്ളതെല്ലാം ചെയ്യുക. റിമൂവ് ചെയ്യാനുള്ളതാണെങ്കിൽ പല കാര്യങ്ങളും, സിറ്റുവേഷൻസോ അല്ല പല നെഗറ്റീവ് എനർജി ആയിട്ടുള്ള കാര്യങ്ങളോ റിമൂവ് ചെയ്യാനുള്ളതാണെങ്കിൽ ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ് കിട്ടാൻ പോകുന്നത്. മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങുക, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച് മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്, ഇല്ലേ? അതാണ് കിട്ടാൻ പോകുന്നത്. അത് ചെയ്തില്ലെങ്കിൽ എന്താണ് കിട്ടാൻ പോകുന്നത്? ഇതാണ് കിട്ടാൻ പോകുന്നത്. അതായത് എന്താ പറയാ, മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ എന്ന് പറയില്ലേ, പിടിച്ചതിലും വലുതാണ് അളയല് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സിറ്റുവേഷൻ ആ ഒരു പരിപാടികളിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എഫേർട്ട് ഇടാത്തത് കൊണ്ടൊന്നും കിട്ടാതിരിക്കാൻ പാടില്ല. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യാം. താൻ പാതി ദൈവം പാതി എന്നാണ്. കാരണം നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാണ്, നിങ്ങളൊരു പരിപാടികൾക്ക് തയ്യാറാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ കട്ടക്ക് നിൽക്കുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതല്ല നിങ്ങളൊരു പരിപാടിയും ചെയ്യില്ല. ഇപ്പൊ എന്താ, നമുക്കിപ്പോ ഒരു എക്സാം ഉണ്ട്, നമ്മളൊന്നും പഠിക്കുന്നില്ല, എക്സാമിന് നമ്മൾ ദൈവത്തിനെ വിളിച്ച് നേർച്ചയൊക്കെ നേർന്നിട്ട് കാര്യം ഉണ്ടാവും? ഒരു കാര്യമില്ല, അല്ലേ? അതന്നെ ഇതും. കാരണം ഇവിടെ പല നല്ല കാര്യങ്ങളും വരാനിരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന കുറച്ച് നെഗറ്റീവ് എനർജീസ്, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് നിങ്ങൾ സ്വന്തമായിട്ട് തല്ലിക്കെടുത്തുന്ന കുറച്ച് പ്രതീക്ഷകൾ, ജീവിതത്തിലെ പ്രതീക്ഷകൾ, അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ എന്നോട് ഈ ഒരു വ്യക്തി ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഈ 2 വ്യക്തികൾ ഇങ്ങനെയായിരുന്നു, അപ്പൊ എനിക്ക് റിലേഷൻഷിപ്പിൽ വേറെ എടുത്തു കഴിഞ്ഞാലും എന്നോട് മറ്റുള്ളവർ ചെയ്ത പോലെ തന്നെ എനിക്കും വീണ്ടും അങ്ങനെ തന്നെ ആയിരിക്കുമോ, ഞാൻ അങ്ങനെ അനുഭവിക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും നാള് അനുഭവിച്ച വിഷമവും വേദനയും വീണ്ടും ലൈഫിൽ ആവർത്തിക്കേണ്ടി വരുമോ, അങ്ങനെയൊക്കെയുള്ള ചിന്ത നിങ്ങളെ പല രീതിയിലും
പല വിധത്തിലും വട്ടം കറക്കുന്നുണ്ട്, നിങ്ങളെ പലതിനും പിന്നോട്ടും ആക്കുന്നുണ്ട്. കാരണം പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ചില സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. എല്ലാവരുടെയും പ്രശ്നങ്ങളൊക്കെ മാറുമെന്നേ. ഓക്കെ, നമുക്ക് നോക്കാം. ഞാനിവിടെ വീട്ടിലെ ഈ ക്യാബേജ്, പിന്നെന്താണ് കോളിഫ്ലവർ, പിന്നെ മറ്റേ മാങ്ങ ഉണ്ടല്ലോ, എന്താ മാങ്ങയുടെ പേരെന്താന്നാവോ, ആൽഫോൺസോ, ഈ സാധനങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ നട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ നൈബേഴ്സ് അടക്കം എന്നെ കോക്രി കാണിച്ചു. വീട്ടിലുള്ളവരും നൈബേഴ്സും എല്ലാവരും ഇങ്ങനെ ഞാൻ പറഞ്ഞ് കോക്രി കാണിച്ചു. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ അതിന് ദിവസവും വെള്ളം ഒഴിച്ചു, അതിന് വേണ്ട കാര്യങ്ങൾ, അതിന് വേണ്ട പരിപാടികളൊക്കെ ചെയ്തു പരിപാലിച്ചു. ലാസ്റ്റ് മാങ്ങയും ഉണ്ടായി, കോളിഫ്ലവറും ഉണ്ടായി, ക്യാബേജും ഉണ്ടായി. അപ്പൊ ഈ കോക്കറി കാണിച്ച് ഇങ്ങനെ ഞാൻ പറഞ്ഞ ആളുകൾ തന്നെ ആദ്യം തന്നെ വന്നെടുത്തോണ്ട് പോകുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരു കാര്യത്തിന് എഫേർട്ട് ഇടാതെ നമ്മളത് വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് അത് പോവുകയാണെങ്കിൽ ഓക്കെ പോട്ടെ, പക്ഷെ എഫേർട്ട് ഇടണം. അതിപ്പോ ക്യാബേജ് ആണെങ്കിലും മാങ്ങ ആണെങ്കിലും എന്തിന്റെ കാര്യമാണെങ്കിലും എഫേർട്ട് ഇടാതെ ഒരു ഓക്കെ. ഇതന്നെയാണ് പറഞ്ഞത്. നിങ്ങളുടെ മനസ്സേ ഒരു സെക്കൻഡില് ഇവിടെ ഒന്നും എന്താ പറയാ, നിങ്ങൾ പോലും സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും ദൂരം സഞ്ചരിച്ചു കൊണ്ടുവരുന്നുണ്ട്. നേപ്പാൾ, ഭൂട്ടാൻ, റഷ്യ, ചൈന വഴി, ഓസ്ട്രേലിയ വഴി, ദുബായ് വഴി, കാനഡ, അമേരിക്ക വഴി തിരിച്ച് കേരളത്തിലോട്ട്, അല്ലാന്നുണ്ടെങ്കിൽ എവിടെയാണോ നിൽക്കുന്നത് അങ്ങോട്ട്. കാരണം ഒരു സെക്കൻഡ് വെച്ച് നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു ആവശ്യത്തിനും അനാവശ്യത്തിനും ടെൻഷൻ അടിക്കുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർത്ത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളെ കുറിച്ച് ഓർത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ച് ഓർത്ത്, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രത്യേക വ്യക്തികളെ കുറിച്ചോ സിറ്റുവേഷൻസിനെ കുറിച്ചോ മക്കളെ കുറിച്ചോ മാതാപിതാക്കൾ, ആ ഒരു ഫാമിലി, അങ്ങനെയുള്ള ഒരു സർക്കിളിനെ കുറിച്ച് ആലോചിച്ച് ഒരു ഫിയർ, ഭയം, അങ്ങനെയുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം മാറ്റി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ തേടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും സാമ്പത്തികമായിട്ടുള്ള വിത്ത് ഹാപ്പിനെസ്, സമാധാനം, സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം, പുതിയ ഒരു തുടക്കം, പുതിയ കാര്യങ്ങൾ, പുതിയ പരിപാടികൾ, യാത്ര. ഒന്നല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തോട്ട് പോകാനിരിക്കുന്നുണ്ടാകാം, അതല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള ആളുകൾ നാട്ടിലോട്ട് വരാനിരിക്കുന്നുണ്ടാകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങളിലോട്ടോ ഏതെങ്കിലും സ്ഥലങ്ങളിലോട്ടോ ട്രാവലിങ്ങിന് ആയിട്ട് ഉദ്ദേശിച്ച് നിൽക്കുന്നുണ്ടാകാം. എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, എനിക്ക് ഇന്ന ആളുകളെ സന്ദർശിക്കണം, ഇന്ന സ്ഥലം സന്ദർശിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടാവാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ മാറ്റി മുന്നോട്ട് പോവുക. ഇനി ഗണപതി ഒറാക്കിൾസിന്റെ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, beginnings, clear your energy, guidance, courage, spiritual quest, divine support. അതായത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ ഒരു തുടക്കം, പുതിയ കാര്യങ്ങൾ, പുതിയ പരിപാടികൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ തന്നെയാണ് പോകുന്നത്. പുതിയ കാര്യങ്ങളിലോട്ട് പോകുന്നതിന് മുമ്പ് ഗൈഡൻസ്, പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് എടുക്കുക. നിങ്ങളുടെ എനർജി, നെഗറ്റീവ് എനർജി, ബ്ലാക്ക് മാജിക് എനർജി പരിപാടികൾ നിങ്ങൾ ക്ലിയർ ചെയ്യുക.
കറേജ്, നമ്മൾ ധൈര്യത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ആ ധൈര്യം നിങ്ങൾ ഒന്ന് സംഭരിക്കുക. കാരണം അതുണ്ടെങ്കിലേ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പലതിൽ നിന്നും പകച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, ഒരാൾക്ക് മാത്രമല്ല. കാരണം നിങ്ങൾ അതിൽ കൂടിയൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പൊ നേരത്തെ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതെന്താണ്? ഡിവൈൻ സപ്പോർട്ട് അല്ലേ? അല്ലേ? അപ്പോൾ നിങ്ങൾ എഫേർട്ട് ഇടാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യും, കറക്റ്റായിട്ട് എല്ലാ പരിപാടികളും നടക്കും. പേടിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.